ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് എൻ്റെ ആക്ടിവിറ്റീസ്, എൻ്റെ ഈവനിങ്ങിലുള്ള എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പോണത്. അതിനിടയിൽ ഞാൻ ഗാർഡനും എല്ലാം കാണിക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ വൈകുന്നേരത്തെ ചായ റെഡിയാക്കുകയാണ്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായക്ക് റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ഇതുണ്ട്, എൻ്റെ ഫേവറേറ്റാണ് ഈ മിൽക്ക് വിക്കീസിൻ്റെ ബിസ്ക്കറ്റ് കണ്ടത്. അപ്പോൾ ഇത് വെച്ച് കഴിക്കാൻ നല്ല പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചായ റെഡിയാക്കി ചായയൊക്കെ മാറ്റി കുടിക്കാൻ കുറച്ച് ചൂടാറട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മളിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, ടിഫിൻ എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു അവർക്കൊക്കെ പുട്ടുണ്ടാക്കിയാൽ മതിയാണ്. അപ്പോൾ പുട്ടിൻ്റെ പൊടി ഞാൻ നമ്മളെ വീട്ടിലേ പൊടിച്ചതാണ് കേട്ടോ. കുറച്ച് പകുതി പുഴുങ്ങലരിയും പകുതി പച്ചരി അങ്ങനെ എടുത്ത് ഞാൻ പൊടിച്ചതാണ്. അപ്പോൾ അതൊന്നും നന്നായിട്ട് വറുത്തിട്ട് വേണം. വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളത്തിൽ കറന്ന് കുതിർന്ന വെള്ളത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ച് വയ്ക്കുമ്പോൾ കുതിർന്ന നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അപ്പോഴേ ചെയ്ത് വെച്ചാൽ വൈകുന്നേരം രാത്രി നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. പുട്ടിന് ബലമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ അത് പുട്ടിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്കിതൊന്ന് കുതിർക്കണം. വെള്ളത്തിലുള്ള ഒഴിച്ച് നല്ല കുതിർത്ത് വെച്ചാൽ നമുക്ക് പുട്ടിനുള്ളത് റെഡിയാവും. അപ്പോൾ അങ്ങനെ നന്നായി കുറച്ച് ചൂടാട്ടെ, നല്ല ചൂടുണ്ട്. ഒരു സൈഡ് വേറൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഴുന്ന് അരി അരയ്ക്കാൻ നിൽക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് പൊന്തി വരട്ടെ. ഉഴുന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി അരഞ്ഞിട്ട് ഉഴുന്നിട്ട് അരി ഇടണം. അതാ കണ്ടില്ല, ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചായ ഞാൻ ഈ ബിസ്ക്കറ്റിൽ കഴിക്കട്ടെ കേട്ടോ. ഇതിൻ്റെ അടുത്ത് എന്താണെന്നുള്ളത് കാണിക്കുക എന്താ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എന്തോ അറിയില്ല, ഉച്ചയ്ക്ക് ഫുഡ് വേണ്ട തോന്നി ഫുഡ് കഴിച്ചില്ല. അപ്പോൾ എനിക്ക് വേഗം വിശക്കൽ തുടങ്ങി. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും കുറച്ചൊരു 2 ബിസ്ക്കറ്റും കഴിച്ചാൽ എന്താവും, കുറച്ച് വിശപ്പ് അടക്കാം. വൈകുന്നേരം ആകുമ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനുള്ള പ്ലാനാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം മാവ് എടുത്ത് വയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് വേണം മേലെ പോയി ചെടി നനയ്ക്കാൻ. ചെടിയുടെ ഗാർഡൻ്റെ വീഡിയോ ഒക്കെ കാണിക്കും ഞാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ല നനച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ, നനച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് ഒരു 6:30 മണിക്കൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും പുട്ടുണ്ടാക്കൽ. അപ്പോൾ അതുവരേക്കൊന്ന് നന്നായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുതിരുമല്ലോ. ഉഴുന്നൊക്കെ എടുത്ത് കഴിഞ്ഞ് അരി പൊട്ടിട്ടുള്ളൂ. അരി കടന്ന് നന്നായിട്ടൊന്ന് അരയട്ടെ. അപ്പോഴേക്കും നമ്മൾ പോയി നമ്മളെ ഗാർഡനൊക്കെ ഒന്ന് മേലെ പോയി, ചെറിയ കുട്ടി ഗാർഡൻ നമ്മളെ മേലെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അതിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ശരിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതപ്പോൾ മേലെ ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ഈ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാൻ പറഞ്ഞു, നമ്മളെ താമര കണ്ടില്ലേ, പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പുതിയ ഇലകളൊക്കെ നിറയെ വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ അങ്ങനെ കരിയും തോന്നുന്നുണ്ടല്ലേ. കുറച്ചൊക്കെ പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഞാൻ കാണിക്കുന്നത് അറിയോ, ഞാൻ കുറച്ച് ദിവസത്തെ കണ്ടില്ലേ കഞ്ഞിയുടെ വെള്ളം, നല്ല കഞ്ഞിയുടെ വെള്ളം, കുറച്ച് ദിവസത്തെ പുളിച്ച കഞ്ഞിയുടെ വെള്ളമാണ് കേട്ടോ. അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പാതാലം എടുത്തു വച്ചിരിക്കുകയായിരുന്നു. നല്ല പുളിച്ചിട്ടുണ്ട്. ഇനി അത് ചെടിക്ക് നല്ലൊരു വളമാണ് കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും കഞ്ഞിയുടെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിക്കില്ല. ഇനി ഞങ്ങളില്ലേ കുറച്ച് സാധാ വെള്ളമാണ്, ആ വെള്ളത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് ഞാനിത് ഒഴിക്കേണ്ടത് ഇത്രയും വെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് അത് ചെടിയിൽ ഒഴിക്കുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും വെള്ളത്തിലേക്ക് ഇത് നേരിട്ട് ഒഴിച്ചിട്ടുണ്ട്, നേർപ്പിച്ച മാതിരി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എല്ലാ ചെടിക്കും ചെടിയുടെ ചോട്ടിൽ ഒഴിക്കുക. ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഇതേപോലെ ചെയ്ത് കൊടുക്കും. നല്ലതാണ് കേട്ടോ. അങ്ങനെ നല്ല ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടും. ഇത് നമ്മൾ വെള്ള റോസാണ് കേട്ടോ, എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ തുളി വന്നിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ ഇതിന് നിറയെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് കൊടുക്കുന്ന വേറൊരു വളം എന്താണെന്നറിയോ, നമ്മളെ ചായപ്പൊടിയുടെ ചണ്ടി നല്ല ഉണക്കി പൊടിച്ചതും മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ചത്, ഇതൊക്കെ നിറയെ മുട്ട വന്നിട്ടുണ്ടല്ലേ. പിന്നെ മുട്ടയുടെ തോട് ഉണക്കി പൊടിച്ചത്, പിന്നെ ഉള്ളിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേതാ ചേർത്തുള്ളൂ, ഞാൻ ഒരു പ്രാവശ്യം കൂടി എന്തോന്ന് ചേർത്തല്ലോ,
നല്ല ഉലുവ നല്ല നൈസാക്കി പൊടിച്ചിട്ട് ചായപ്പൊടിയുടെ ചണ്ടിയും മുട്ടയുടെ തോടും എല്ലാം മിക്സ് ചെയ്ത് അടിച്ച് മൂന്നും കൂടി ചേർത്തിട്ട് ഞാൻ ചെടിയുടെ ചൂടുകൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രോത്ത് ഉണ്ട് അതിൽ. നല്ല പുതിയ തളിര് വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന തളിരാണ് കണ്ടില്ലേ. അപ്പോൾ ഇതിനൊക്കെ തളിര് വന്നിട്ടുണ്ട്, പുതിയ തുളിര് വന്നിട്ടുണ്ട് കണ്ടില്ലേ. സൈഡിൽ നിന്ന് കാണാനോ അറിയില്ല. നല്ലൊരു ഇതാണ് കേട്ടോ. ഈ മുട്ടയുടെ തോടും ചായപ്പൊടിയുടെ ചണ്ടിയും നമ്മളെ ഉലുവ പൊടിച്ച മൂന്നും കൂടി മിക്സ് ഒരേ അളവിൽ മിക്സ് ആക്കിയിട്ട് മണ്ണിളക്കിയിട്ട് ചെടിയുടെ ചൂടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിനി ചേർത്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ മഞ്ഞ ജമന്തിയൊക്കെ നല്ല മുട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ജമന്തിയുടെ കളക്ഷൻ കുറച്ച് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് മഞ്ഞ ജമന്തിയാണ്. ഇത് നമ്മളെ തേൻ കളറാണ് കേട്ടോ. പൂ വന്നിട്ടില്ല ഇതുവരേക്കും. ഇത് നമ്മളെ വെള്ള കളറിൽ വന്നത്. അപ്പോൾ ഇനി ഞാൻ വേറൊരു ഈ വെള്ളയുടെ ഒന്നുകൂടി വേറൊന്ന് പോട്ടിൽ വെച്ചിട്ടുണ്ട്. ജമന്തിയുടെ കളക്ഷൻ കുറച്ച് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നല്ല വില ഉണ്ട്. ജമന്തിര നല്ല ഭംഗിയുള്ള ഡാർക്ക് റെഡൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ 80 രൂപ എന്നമാതിരി റേഞ്ചിന് വില ഉണ്ട്. പോയി അന്വേഷിച്ച് വന്നു. നമുക്ക് ചെടി മാത്രം പോലെ പോട്ടൊക്കെ റെഡിയാക്കട്ടെ. ഇതേപോലത്തെ പോട്ടിൽ വെക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നോക്കട്ടെ, അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് എല്ലാ ചെടികൾക്കും ഒന്ന് ഒഴിച്ച് കൊടുക്കണം. കപ്പ് വെച്ചിരുന്നു ഇവിടെ. ഈ കപ്പിന് ഓരോ കപ്പ് വെള്ളമായിട്ടു ഞാൻ എല്ലാ ചെടിക്കും ഒഴിച്ച് കൊടുക്കാറുള്ളൂ. നിറയൊന്നും ഒഴിക്കില്ല ഞാൻ. ഇതേപോലെ എടുത്തിട്ട് ഒഴിക്കണം. ചോട്ടിലൂടെ അങ്ങനത്തെ ഇത്രയും ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഗ്രോത്താണ് കേട്ടോ ചെടിക്ക് നല്ലൊരു ഇതാണ്. അപ്പം ഞാൻ ഇതേപോലെ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇന്നൊക്കിപ്പോൾ എൻ്റെ ഈവനിങ്ങിലുള്ള പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ചെടി നനയ്ക്കലും എല്ലാമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നേരെ വീട്ടിൽ കിച്ചണിൽ പോയി അടുത്ത വേല, അതായത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മളടുത്ത പണി തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. വേറെ പേർക്ക് ബോറടിക്കുന്നുണ്ടാവും ഇത് കണ്ടിട്ട്. ആനാലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തുകയാണ് വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.